ഹായ് ഹലോ ഗുഡ് ഈവനിങ്. അപ്പോൾ എന്തായാലും നമ്മുടെ HR ഫാമിലിയുടെ പുതിയൊരു ദിവസത്തിലേക്ക്, പുതിയൊരു വീഡിയോയിലേക്ക്, പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും വീണ്ടും സ്വാഗതം കേട്ടോ. ഇപ്പോൾ നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് വെച്ചാൽ അങ്ങ് കോട്ടോപ്പാടത്ത് കോർണി കഫേ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് കേട്ടോ. എന്തിനാണ് ഇവിടെ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ പുണ്യ റമദാൻ മാസത്തിൽ മറ്റൊരു നോമ്പുതുറ പ്രോഗ്രാമിൽ അതല്ലെങ്കിൽ മറ്റൊരു ഇഫ്താർ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ. ന്യൂ വിശ്വാസ് ഫർണിച്ചർ ഷോപ്പ് ഫാമിലിയുടെ ഇഫ്താർ പ്രോഗ്രാമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് കേട്ടോ. ന്യൂ വിശ്വാസ് ഫർണിച്ചർ ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹരിയേട്ടൻ വർക്ക് ചെയ്യുന്ന ഫർണിച്ചർ ഷോപ്പാണ് ന്യൂ വിശ്വാസ് ഫർണിച്ചർ ഷോപ്പ്. മണ്ണാർക്കാട് മണലടി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഈ ഷോറൂം ഉള്ളത്. ഇവർക്ക് ഈ ഒരു ഷോറൂം മാത്രമല്ല, ഇത് കൂടാതെ മറ്റു 2 ഷോറൂമുകൾ കൂടിയുണ്ട്. അതായത് ഒന്ന് നെല്ലായ, പിന്നെ മറ്റൊന്ന് ആര്യമ്പാവ്. 3 ജ്യേഷ്ഠ അനുജന്മാരാണ് കേട്ടോ ഈ ഷോറൂം നടത്തിക്കൊണ്ട് പോകുന്നത്. അതിൽ ഏറ്റവും ചെറിയ സഹോദരനായിട്ടുള്ള കബീർ ബായിയാണ് മണ്ണാർക്കാട് മണലടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ന്യൂ വിശ്വാസ് ഫർണിച്ചർ ഷോപ്പ് മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നത്. എല്ലാവരും കൂടെ നേരെ റെസ്റ്റോറൻറ്റ് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറിയിട്ടുണ്ട്. അവിടെ ഇവർ നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളൊക്കെ അവിടെ എത്തിയപ്പോഴത്തേക്കും ഹോട്ടലിലെ സ്റ്റാഫുകൾ അവിടെ കാര്യങ്ങളൊക്കെ പക്കയായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്ന രീതിയിലുള്ള നല്ലൊരു ഡെക്കറേഷനും ഇഫ്താർ മീറ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള നല്ലൊരു ഡെക്കറേഷനും പിന്നെ സ്നാക്സ്, ഫ്രൂട്ട്സ്, ജ്യൂസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രൂട്ട്സായിട്ട് നമ്മുടെ ഡേറ്റ്സും അതുപോലെ പൈനാപ്പിൾ, മുന്തിരി, തണ്ണിമത്തൻ ഇതൊക്കെ തന്നെയായിരുന്നു. പിന്നെ സ്നാക്സ് ആയിട്ട് അവർ മുട്ട ബജ്ജി, പിന്നെ സമൂസ, കട്ട്ലേറ്റ്, ഉന്നക്ക ഇങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സുകളും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ജ്യൂസും, നല്ല ഒരു അടിപൊളി ജ്യൂസും ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും അവിടെ എത്തി. ഇനി മഗ്രിബ് ബാങ്ക് വിളി കേൾക്കാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് കേട്ടോ. എല്ലാവരും നോമ്പെടുത്തിട്ടുണ്ട്. മുസ്ലിം സഹോദരങ്ങൾ മാത്രമല്ല, സ്റ്റാഫിലുള്ള എല്ലാ മറ്റ് സഹോദരങ്ങളെല്ലാവരും ഇന്ന് നോമ്പ് തുറക്കലിന് വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഇഫ്താർ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പ്ലേസ് ആണ് കേട്ടോ. നല്ല ആംബിയൻസ് ഉള്ള, നല്ല പോസിറ്റീവ് എനർജി നൽകുന്ന നല്ലൊരു പ്ലേസ് തന്നെയാണ് അവർ സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. കോട്ടോപ്പാടത്തുള്ള കോർണി കഫേ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റ്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2-3 കാര്യങ്ങൾ നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ട് കേട്ടോ. നമുക്കവിടെ പോയി കണ്ടപ്പോൾ ഫീൽ ചെയ്ത 2-3 കാര്യങ്ങളാണ് കേട്ടോ. അതിൽ ഏറ്റവും ആദ്യം എടുത്ത് പറയേണ്ടത് അവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപാര ടേസ്റ്റാണ് കേട്ടോ. കഴിച്ച ഐറ്റംസ് എല്ലാം ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. പിന്നെ രണ്ടാമത് പറയേണ്ടത് അവിടുത്തെ സർവീസ് കേട്ടോ. സ്റ്റാഫുകളുടെ സർവീസ് വളരെ നല്ല രീതിയിലുള്ള സർവീസായിരുന്നു കേട്ടോ അവർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തിയാണ് കേട്ടോ. നീറ്റ്നെസ്സിൻ്റെ കാര്യത്തിൽ വളരെ 100% എബോ മാർക്ക് കൊടുക്കുക. അങ്ങനെ നല്ല വൃത്തിയുള്ള ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. എന്തായാലും ഇവരുടെ ഇഫ്താർ സംഗമത്തിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള പ്ലേസ് എന്തായാലും നല്ലൊരു പ്ലേസ് തന്നെയാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല അത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇപ്പോൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ്. മഗ്രിബും ബാങ്ക് വിളി കേൾക്കാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ്. കൂട്ടത്തിൽ ഇവരുടെ ഒരു സ്റ്റാഫും കൂടെ വരാനുണ്ട് തോന്നുന്നു. ഒരു ലേഡി സ്റ്റാഫും കൂടെ വരാനുണ്ട്. ആളും ഹസ്സും കുട്ടികളും ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ട് ഇവർ വിളിച്ച് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും വരണം. കൂട്ടത്തിൽ നമ്മുടെ ബാങ്ക് വിളി ആവും വേണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ഫ്രൂട്ട്സും സ്നാക്സൊക്കെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഫ്രൂട്ട്സും സ്നാക്സും കാണിക്കുന്നതിൻ്റെ ഇടയിൽ ബാങ്ക് വിളി കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വേഗം അവരുടെ നോമ്പ് തുറയിലേക്ക് കടന്നിട്ടുണ്ട്. ജ്യൂസ് കുടിച്ചിട്ടും അതുപോലെ ഡേറ്റ്സും അതുപോലെ ഫ്രൂട്ട്സും സ്നാക്സും എല്ലാം കഴിച്ചുകൊണ്ട് അവർ നോമ്പ് തുറന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്തരം കൂടിച്ചേരലുകൾ, ഇത്തരം എന്താ പറയുക, ഒത്തൊരുമിക്കലുകൾ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അല്ലേ. ഈ ഇടയായിട്ട് നമുക്കിതെല്ലാം നമ്മൾ വിട്ടുപോയിട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും നമ്മൾ പല കാര്യങ്ങൾ കൊണ്ടും പഴമയിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സത്യം അല്ലേ. ഒരു പക്ഷേ സോഷ്യൽ മീഡിയ തന്നെയാണ് ഇതിന് കാരണം എന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയ എല്ലാത്തിനും ഉണ്ട് ഗുണവും ദോഷവും എന്ന് പറയുന്ന പോലെ നമ്മുടെ സോഷ്യൽ മീഡിയയ്ക്കുണ്ട് ചില ചെറിയ ചെറിയ ദൂഷ്യഫലങ്ങൾ. പക്ഷേ എനിക്ക് തോന്നുന്നു അത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനല്ല, അത് യൂസ് ചെയ്യുന്ന നമ്മളാണ് അതിനെ മലിനമാക്കുന്നത്. നമ്മളെങ്ങനെ യൂസ് ചെയ്യണമെന്ന് നമ്മളല്ലേ തീരുമാനിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിനൊക്കെ സോഷ്യൽ മീഡിയയ്ക്കൊക്കെ ഇതിൽ വലിയ പങ്കുണ്ട്. നമ്മുടെ ആ ഒരു പഴമയിലേക്കും ഈ ഒരു വീണ്ടും ഒരു ഒത്തൊരുമിക്കലിനും കൂടിച്ചേരലിനും ഒക്കെ സോഷ്യൽ മീഡിയയ്ക്ക് വളരെ വലിയ പങ്കുണ്ടെന്ന് ഞാൻ കരുതുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും അവരുടെ ഫസ്റ്റ് സെക്ഷനായിട്ടുള്ള ഈ ഫ്രൂട്ട്സും സ്നാക്സും ജ്യൂസും എല്ലാം കഴിച്ചു. ഇനി നമ്മുടെ മഗ്രിബ് ബാങ്കിന് ശേഷമുള്ള നിസ്കാരത്തിന് വേണ്ടിയിട്ട്
പോവുകയാണ് എല്ലാവരും. അത് കഴിഞ്ഞ് വന്നിട്ടാണ് അവരുടെ സെക്കൻഡ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ നിസ്കരിക്കാനുള്ളവരൊക്കെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ അവർ തിരിച്ചു വരാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഈ സമയം കൊണ്ട് നമ്മുടെ റെസ്റ്റോറൻറ്റിലെ സ്റ്റാഫുകൾ വന്നിട്ട് നമ്മുടെ ഫസ്റ്റ് സെക്ഷനിലുള്ള ബാക്കിയുള്ള വേസ്റ്റും കാര്യങ്ങളും എല്ലാം അവർ ക്ലീൻ ചെയ്ത് നീറ്റാക്കിയിട്ട് സെക്കൻഡ് സെക്ഷനിലുള്ള സംഭവങ്ങളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോയവർ ഇങ്ങോട്ട് തിരിച്ച് വരികയേ വേണ്ടുള്ളൂ. ബാക്കിയെല്ലാം ഇവിടെ സെറ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ സെക്കൻഡ് സെക്ഷന് വേണ്ടിയിട്ട് അവർ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് മറ്റൊന്നുമല്ല കേട്ടോ, അഫ്ഗാൻ റൈസും ചിക്കൻ ഷവായിയും ആയിരുന്നു കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡ് ഐറ്റം തന്നെയായിരുന്നു കേട്ടോ ഇതെന്ന് മാത്രമല്ല കേട്ടോ, ആ റെസ്റ്റോറൻറ്റിലുള്ള എല്ലാ ഫുഡ് ഐറ്റംസും വളരെ ടേസ്റ്റി ആയിട്ടുള്ളത് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മൾ കഴിച്ചതെല്ലാം അങ്ങനെയായിരുന്നു. അപ്പോൾ മഗ്രിബ് ബാങ്ക് വിളി കഴിഞ്ഞ് അതിന് ശേഷമുള്ള നിസ്കാരവും കഴിഞ്ഞ് നമ്മുടെ സഹോദരങ്ങളെല്ലാവരും സെക്കൻഡ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ വീണ്ടും ഇവിടെ എത്തിയിട്ടുണ്ട്. അതുവരെ നമ്മൾ മറ്റുള്ളവരെല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും ഫുഡൊക്കെ ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. ഇനിയാണ് കേട്ടോ നിങ്ങളൊരു രസം കാണാൻ പോകുന്നത്. നോക്കിക്കേ, ആ ചിക്കനൊക്കെ എന്തൊരു സോഫ്റ്റാല്ലേ. അത് ആ മയോണൈസിലും ആ ടൊമാറ്റോ കെച്ചപ്പിലൊക്കെ അങ്ങോട്ട് ടച്ച് ചെയ്ത് എന്നിട്ട് അത് നമ്മുടെ വായിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോണ്ടല്ലോ, അയ്യോ സത്യം പറയാലോ അലിഞ്ഞു പോവുകയാണ് കേട്ടോ. ചിക്കൻ്റെയൊക്കെ ടേസ്റ്റ് നമ്മൾ ഇപ്പോഴാണോ ശരിക്കും അറിയുന്നതെന്ന് നമുക്ക് തോന്നും. അത്രയും ഫുഡാണ് കേട്ടോ സംഭവം. ഇന്നവിടെ ഇരുന്ന് കഴിക്കുന്ന എല്ലാവരുടെയും മനസ്സും വയറും ഒരുപോലെ നിറഞ്ഞിട്ടായിരിക്കും ഇന്ന് അവിടുന്ന് തിരിച്ചു പോയിട്ടുണ്ടായിരിക്കും കേട്ടോ. എന്തായാലും നമ്മുടെ ന്യൂ വിശ്വാസിന് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ മെനുവിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണല്ലേ, ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു 7 അതല്ലെങ്കിൽ പെപ്സിയോ കോളയോ ഒക്കെ അല്ലേ. അപ്പോൾ എന്ന് പറയുന്നത് പോലെ തന്നെ ലാസ്റ്റ് 7 എത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെയും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് അങ്ങനെ താഴേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ഇനി പോവില്ലേ, കാരണം സമയം ഒരുപാടായി, നമുക്ക് പോവാം, താഴെ പോയി കുറച്ച് നേരം ഒന്ന് സംസാരിച്ച് അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് പോവാം എന്നൊക്കെ പറഞ്ഞ് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കോമഡി ഇതൊന്നുമല്ല. നോക്കിക്കേ, എല്ലാവരും എണീറ്റു, പക്ഷേ ഒരു 4-5 ആൾ ഇപ്പോഴും അവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ. ഇതിന് ഈ ഫസ്റ്റ് ഇരിക്കുന്ന ആളുടെ അപ്പുറത്തിരിക്കുന്നവരെ പറ്റി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. കാരണം ഈ ഫസ്റ്റ് ഇരിക്കുന്ന ആൾ ഇവിടുന്ന് അങ്ങോട്ട് എണീറ്റാലല്ലേ ബാക്കിയുള്ള 4 ആൾക്ക് ഇങ്ങോട്ട് പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് സംഭവം. പക്ഷേ ആളിങ്ങനെ ചിരിക്കുന്നു, തമാശ കാണിക്കുന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ചില്ലറ പുള്ളിയല്ല, ബോക്സിങ്ങിൽ സ്റ്റേറ്റ് ലെവൽ വരെ പോയിട്ടുള്ള ആളാണ് അത്ര കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ശരിക്കും എല്ലാവരുടെയും ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും അവർ കുറച്ച് നേരം കൂടെ അവിടെ നിന്ന് ഒരു സ്നേഹ സംഭാഷണം, സൗഹൃദ സംഭാഷണമൊക്കെയാണ് കേട്ടോ. ബായി ഒക്കെ പറയുകയാണ്. നമ്മുടെ കോർണി കഫേയുടെ മുകളിൽ കാണുന്ന ഭാഗം ഉണ്ടല്ലോ, ഫസ്റ്റ് ഫ്ലോർ, അവിടെയായിരുന്നു നമ്മുടെ ന്യൂ വിശ്വാസ് ഫർണിച്ചർ ഷോപ്പിൻ്റെ ഇഫ്താർ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ഞാൻ ഒന്നുകൂടെ നമ്മുടെ കോർണി കഫേ നമ്മുടെ ക്യാമറ കണ്ണിൽ ഒപ്പിയെടുത്തിട്ടുണ്ട് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പരസ്പരം ടാറ്റ പറഞ്ഞ് പിരിയുമ്പോഴും സ്നേഹം പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യുമ്പോഴും എല്ലാവരും HR ഫാമിലിയോടും ടാറ്റ പറയാൻ മറന്നിട്ടില്ല കേട്ടോ. അവരവരുടെ സ്നേഹം പങ്കുവയ്ക്കുന്നുണ്ട്, നമ്മുടെ HR ഫാമിലിയോടുള്ള സ്നേഹം പങ്കുവയ്ക്കുന്നുണ്ട്. എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്, നല്ല സ്നേഹത്തോടു കൂടിയുള്ള സജഷൻസും അഭിപ്രായങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഹരിയറിൻ്റെ കയ്യിൽ ഞാൻ നേരത്തെ പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല, നമ്മുടെ മക്കൾക്കുള്ള ഫുഡാണ്. അപ്പോൾ നമ്മളെവിടെ പുറത്ത് പോയാലും തിരിച്ചു വരുമ്പോൾ നമ്മുടെ മക്കൾക്കുള്ള ഫുഡ് ആയിട്ടാണ് നമ്മൾ തിരിച്ച് വരാറുള്ളത് കേട്ടോ. ഈ ഓടി വന്നതിൽ അത് ഹരിയറിൻ്റെ കട്ട ചങ്കാണ്, തോമസ് ചേട്ടനാണ് കേട്ടോ. എല്ലാവരും ചങ്ക്സാണ്, പക്ഷേ തോമസ് ചേട്ടൻ ഇപ്പോൾ പുതിയതായിട്ട് കയറിയതാണ് കേട്ടോ ഈ നമ്മുടെ ഈ ഷോറൂമിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മക്കൾക്കുള്ള ഫുഡ് കരുതിയതിനെക്കുറിച്ച്. അതെന്താ പ്രത്യേകം പറയുന്നത് വെച്ചാൽ, ഇന്ന് നമ്മൾ മക്കൾക്കുള്ള ഫുഡ് ഓർഡർ ചെയ്തപ്പോൾ അത് നമ്മുടെ ഖബീർ ഭായ് തന്നെ ഹാൻഡിൽ ചെയ്തു കേട്ടോ. അപ്പോൾ അതിലും ആ ഒരു സന്തോഷം അറിയിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ HR ഫാമിലിയോട് പ്രത്യേകം ടാറ്റയൊക്കെ പറയുന്നുണ്ട് കബീർ ഭായ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ, ഈ ഒരു അവസരത്തിൽ നമ്മുടെ HR ഫാമിലിയോടൊപ്പം ന്യൂ വിശ്വാസ് ഫർണിച്ചർ ഷോപ്പിൻ്റെയും ഒരു നല്ല പെരുന്നാൾ ദിന ആശംസകൾ എല്ലാവർക്കും ആശംസിക്കുകയാണ്. എല്ലാവരും നല്ല രീതിയിൽ പെരുന്നാൾ അടിച്ച് പൊളിച്ച് ആഘോഷിക്കുക കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഇന്നത്തെ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. ഈ റമദാൻ മാസത്തിൽ എന്തായാലും ഇനിയിപ്പോൾ ഒരു നോമ്പ് തുറയോ പിന്നെ അതുപോലെ തന്നെ ഇഫ്താർ സംഗമോ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. നാളെ പെരുന്നാളായിരിക്കും ഒരു പക്ഷേ. അപ്പോൾ ഇനി പെരുന്നാൾ വിശേഷവുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും കണ്ടുമുട്ടുന്നത് വരേക്കും ബൈ. ഹാപ്പി ഈദ് ഉൽ ഫിത്തർ ടു ഓൾ ഓഫ് യു.